പൈനാപ്പിൾ കൊണ്ടൊരു കുറുക്കുകാളൻ. ദാ ഒരു പൈനാപ്പിളിൻ്റെ പകുതി തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് മുള്ളൊക്കെ കളഞ്ഞ് ഇതുപോലെ വൃത്തിയാക്കിയെടുത്തു. നടുവിലുള്ള ആ തണ്ടൊക്കെ നീക്കം ചെയ്ത് ചെറുതാക്കി അരിഞ്ഞെടുത്തു. പൈനാപ്പിൾ അല്ലേ, പെട്ടെന്ന് വേവുമെന്ന് കരുതി വലിയ കഷ്ണങ്ങളാക്കിയൊന്നും മുറിക്കാൻ നിൽക്കരുതേ. കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ അരിയണം. കാരണം എനിക്ക് തൊലിക്കട്ടി മാത്രമല്ല ഉൾക്കരുത്തുമുണ്ട് എന്ന് തെളിയിക്കുന്ന ആളാണ് പൈനാപ്പിൾ. എത്ര വേവിച്ചാലും അത് ഉടയാതെ അങ്ങനെ കിടക്കും. നുറുക്കി കഴിഞ്ഞപ്പോൾ കഷ്ണം ഇത്തിരി കൂടുതലല്ലേ എന്നൊരു സംശയം. ഒട്ടും മടിച്ചില്ല, കുറച്ചങ്ങ് കഴിച്ചു. ബാക്കിയുള്ളതാണ് കറി വയ്ക്കാൻ എടുത്തത്. 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കനം കുറച്ച് അരിഞ്ഞിട്ടു. ആ പൈനാപ്പിളിൻ്റെ പകുതി മുഴുവനും നമ്മൾ എടുത്തില്ല കേട്ടോ, ഈ കഷ്ണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല കൂമ്പ് കറിവേപ്പില, നല്ല തളിര് കറിവേപ്പില ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. കുറച്ച് തണ്ടും കൂടി അതിലേക്ക് ചാടിയിട്ടുണ്ട്. അതിപ്പോൾ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, രുചി തന്നെയാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് ഇട്ടു. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് പുരട്ടി വെച്ചു. പൊടികളൊക്കെ ആ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഒന്ന് പിടിച്ചു വന്നോട്ടെ. അതിനുശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും. ഇനി ഇത് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കും. പൈനാപ്പിൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കണം. 2 പിടി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഒരു 1/4 ടേബിൾ സ്പൂൺ പച്ചക്കടുക്, ഇത്രയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കറി വയ്ക്കാനായി എടുക്കുന്ന തൈരിൽ നിന്നും പാകത്തിന് അരയാനുള്ള തൈര് ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കണം. കുറുക്കുകാളനിലെ അരപ്പിൽ വെള്ളം ചേർത്താൽ കറിയുടെ രുചി പകുതിയായിട്ട് കുറയും. പണ്ടൊക്കെ കുറുക്കുകാളൻ ഉണ്ടാക്കാനായിട്ട് അമ്മിക്കല്ലിൽ അരയ്ക്കണമെന്ന് നിർബന്ധമായിട്ട് പറയും. കാരണം ഒട്ടും വെള്ളം തൊടാതെ വെണ്ണ പോലെ അരച്ചെടുക്കാനാണിത്. ഇപ്പോൾ ഈ തൈര് ചേർത്തിട്ട് നമുക്ക് വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കാം, ഒട്ടും വെള്ളം ചേർക്കാതെ. ഈ അരപ്പിലേക്ക് കറി വയ്ക്കാനായി വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ തൈരാണ് ഞാൻ കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. കൂടുതലിട്ട് അരയ്ക്കരുത്, ഒന്ന് പൾസ് ചെയ്ത് മാത്രം എടുത്ത് അവിടെ മാറ്റി വയ്ക്കുക. കുക്കറിൽ ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്ത പൈനാപ്പിളാണിത്. എന്നിട്ടും ഉടഞ്ഞു പോയിട്ടില്ല. അരപ്പും തൈരും കൂടി വെച്ചത് ഈ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. മോരുകറി അധികം ഇളക്കാൻ പാടില്ലാത്ത കറിയാണ്. പതുക്കെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും. കൂടുതൽ ഇളക്കിയാലും കറി പിരിഞ്ഞു പോവും എന്നാണ് പറയുന്നത്. ഒന്ന് മാത്രം ഇളക്കി കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുക. ഞങ്ങളുടെ ഇവിടെ ഈ തോടൊക്കെ ഉള്ളത് കൊണ്ട് ഇഷ്ടം പോലെ ഞണ്ടിനെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഈ വീഡിയോ പിടിച്ചതിൻ്റെ ഇടയ്ക്ക് അവിടേക്ക് കയറി വന്നൊരു ഞണ്ടാണിത്. മോരുകറി തിള വന്നു തുടങ്ങിയപ്പോൾ പതുക്കെ ഒന്ന് ഒരു വശത്തേക്ക് മാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് തിള വരുമ്പോൾ വാങ്ങി വയ്ക്കുക. കടുക്, ഉലുവ, ജീരകം, ഉണക്കമുളക്, കനം കുറച്ചരിഞ്ഞ ചുമന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, നല്ല കൂമ്പ് വേപ്പില, ഇത്രയും ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ കറിക്ക് കടുക് താളിക്കാൻ പോകുന്നത്. ഈ താളിപ്പ് തന്നെയാട്ടോ നമ്മുടെ കുറുക്കുകാളൻ്റെ പ്രത്യേക രുചിയുടെ കാരണം. ഇതൊന്നും വിട്ടുപോവാതെ ഇത്രയും ചേർത്ത് കടുക് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഈ കടുക് താളിപ്പിലേക്ക് കുറച്ച് മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ പൊടിക്കായവും ചേർത്ത് ഇളക്കുക.
കടുക് താളിച്ച് വാങ്ങിയതിന് ശേഷം വേണം അതിലേക്ക് ചേർത്തിളക്കാൻ. എന്നിട്ട് ആ മോരുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ പൈനാപ്പിൾ ചേർത്ത കുറുക്കുകാളൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ കറിയുടെ നിറം മാറ്റം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ താളിപ്പ് ചേർക്കുന്നതിന് മുമ്പുള്ള കറിയല്ല ഇപ്പോൾ. രുചിയും നിറവും മണവും എല്ലാം വേറെ. സദ്യയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ വെച്ച് വയ്ക്കാവുന്ന ഒരു കറിയാണ്. ഇതൊന്ന് രുചിച്ച് നോക്കുകയാണ്. അസാധ്യ രുചിയുള്ള കുറുക്കുകാളൻ. വീണ്ടും കാണാം. താങ്ക് യു.